ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ ഇരുമ്പാൻ പുളി കൊണ്ട് നല്ലൊരു തോരൻ തയ്യാറാക്കാം. ഇരുമ്പാൻ പുളി നമുക്ക് വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവുമ്പോൾ കുറേ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പഴുത്ത ഇരുമ്പാൻ പുളി കൊണ്ടൊരു ജ്യൂസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. പിന്നെ ഈ ഇരുമ്പാൻ പുളി നല്ല ചള്ളിയിൽ തന്നെ എടുക്കണം. ചള്ളിയിൽ എടുത്തിട്ട് വേണം ഈ തോരൻ തയ്യാറാക്കാനായിട്ട്. ഉണ്ടാവുമ്പോൾ ഇരുമ്പാൻ പുളി നിറച്ചുണ്ടാവും ചെയ്യും. അപ്പോൾ ഈ ഇരുമ്പാൻ പുളി ചള്ളി നോക്കിയെടുത്ത് അതിൻ്റെ ബാക്കിലത്തെ ഞെട്ടും പൂവും കളഞ്ഞ് നല്ല ചെറുതാക്കിയിട്ട് നല്ല കുനുകുനൂന്ന് അരിയണം. എന്നിട്ട് നമുക്കത് തോരൻ തയ്യാറാക്കാം. തോരൻ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ഇരുമ്പാൻ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേര അരമുറി എടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കിയതാണ് ഈ തോരൻ. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണത്. ഇരുമ്പാമ്പുളി തോരൻ തയ്യാറാക്കാൻ ഇരുമ്പാമ്പുളി നല്ല കനം കുറച്ച് ചെറുതായിട്ട് അരിയണം. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ തോരൻ വയ്ക്കാം. അപ്പോൾ ഇരുമ്പാമ്പുളി 1 കപ്പ് ചെറുതാക്കി നുറുക്കിയത്, പിന്നെ നാളികേരം 1 മുറി ചെരിവിയത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 സബോള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത്, 3 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് 3 എണ്ണം, കടുക് 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വറ്റൽമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി 2 എണ്ണം, വേപ്പിൻ്റെ ഇല 2 കതിർപ്പ്. ആദ്യം നമ്മൾ ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. അതിലേക്ക് ആവശ്യത്തിന് കടുക്, കുറച്ച് കടുക് ഇട്ടാൽ മതി. കടുക് ഇത്ര. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ആയമ്പോലെ പൊട്ടുള്ളൂ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിടണം. കടുക് പൊട്ടിയിട്ട് വേണം ഇടാനായിട്ട്. വെളിച്ചെണ്ണ ചൂടാവാത്ത കാരണമാണ് പൊട്ടത്തിരി താമസം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി ഇനി കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളകും ചെറുതായിട്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി, അതൊന്ന് വാടി വന്നതിന് ശേഷം വേപ്പില, നമുക്ക് തീ ചുരുക്കിടാം. അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. സവോള പൊടിയായിട്ട് അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, നമ്മൾ പൊടിയായി അരിഞ്ഞ ഇരുമ്പാമ്പുളി, ചേർത്ത് നമുക്ക് ഇളക്കി മൂടാം. ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പുളിയുള്ള കാരണം അത്യാവശ്യം ഉപ്പ് ചേർക്കണം. എന്നിട്ടൊന്നും ഇളക്കി മൂടാം. അതിന് ശേഷം നമുക്ക് നാളികേരം ചെരിയത് അരമുറി ചേർക്കാം. ഇതിങ്ങനെ വെന്ത് വരണം. അപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളി തോരൻ തയ്യാറാവും. സിമ്പിളായിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇരുമ്പാമ്പുളിയൊക്കെ നല്ല ശരീരത്തിനൊക്കെ നല്ലതാണ്. അത് നമുക്ക് ഇതൊന്നിന് മൂടി വയ്ക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇതിൻ്റെ മൂടിക തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് ചുരുക്കിയിടാം. അപ്പോൾ ഒന്ന് നല്ലോണം വെന്തോളൂ. ഇരുമ്പാമ്പുളിയൊക്കെ വെന്തുണ്ട്. നല്ല
നല്ല പാകമായിട്ട് ഇനി നമുക്ക് എടുക്കാം. ഇത് നല്ലൊരു തോരനാണ്. നമ്മുടെ തൊടിയിൽ നല്ലോണം ഇരുമ്പാമ്പുളി ഉണ്ടാകുമ്പോൾ നമുക്ക് ഊണിനോ പിന്നെ വെറുതെ കഴിക്കാനും നല്ലതാണ്. നമ്മുടെ ഇരുമ്പാമ്പുളി തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.